ആദ്യമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, കൊച്ചാ നല്ല സമയത്തെ ഓർത്തിരുന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവേ ഒരു സന്ധാനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് തന്ന ബലത്തെ ഓർത്ത് സുഖത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു സന്ദർഭം കൂടി ദൈവം ഒരുക്കി തന്നതിനായി സ്തോത്രം. നല്ലൊരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യവും ദീർഘായുസ് തന്നതിനായി സ്തോത്രം. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു അടിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ ഭവനങ്ങളെയും നിനത്തെ പാദത്തിൽ കൊണ്ടുവരുന്ന കർത്താവെ അവരെ ഞാൻ അനുഗ്രഹിക്കണം, അവരെ ബലപ്പെടുത്തണം. ആശ്വാസത്തിൻ്റെ കരം അവരുടെ കൂടെ ഇരിക്കണം. കർത്താവെ സ്തോത്രം, സന്തോഷവും സമാധാനവും നീ കൊടുക്കണം. ഒരുത്തർക്കും ഒരാപത്തനർത്ഥങ്ങൾ വന്ന് കരയുവാൻ ദൈവം സമ്മതിക്കരുത്, കൈവിടപ്പെട്ടു വന്ന് ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും ആശ്വാസത്തിൻ്റെ കരത്തെ നീട്ടി ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരെ നീ കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, തള്ളിക്കളയരുതെന്ന് പ്രാർത്ഥിക്കാൻ കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചന്മാൻ കാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1185 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. തുടർന്ന് കൺവെൻഷനിലെ സംസാരിക്കുന്നതുകൊണ്ട് നാക്ക് ഇച്ചിരി ബലഹീനമായിരിക്കുന്നു. ആയതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലാത്തൊരു സ്ഥിതിയാണെങ്കിലും ഒരല്പസമയം നിങ്ങൾക്കൊരു ചെറിയൊരു ആലോചനയായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വാക്കുകൾ ശരിയായിട്ട് സ്ഫുടമായി സംസാരിക്കാനുള്ള ശക്തിയില്ല, ആണാലും ദൈവം ബലപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കുകയാണ്. തുടർന്ന്, അതായത് സാധാരണ കൺവെൻഷൻ അല്ല, പെരിയ കൺവെൻഷൻ കൂട്ടങ്ങളെ തുടർന്ന് പകലും രാത്രിയും പ്രസംഗിക്കുന്നതിൻ്റെ ക്ഷീണങ്ങൾ ഉണ്ട്. അത് നിങ്ങളെല്ലാം തുടർന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് വൻ കാര്യത്തെ ചെയ്യട്ടെ. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായത്തിൻ്റെ 11 വാക്യം. യിരെമ്യാ പ്രവാചകൻ 29:11 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. വ്യക്തമായത് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ. എല്ലാവരും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരയുന്നു, തൻ്റെ ഭാവിക്ക് വേണ്ടി കരയുന്നു. എങ്ങനെങ്കിലും കുഞ്ഞുങ്ങളുടെ തലമുറ, കുഞ്ഞുങ്ങളുടെ ഭാവി, ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും ഇതിനു വേണ്ടിയാണ് കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഓടുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇവിടെ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അപ്പം നമ്മൾ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം അതറിയാണ്. അതറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ വിളിക്കുന്നത്. അതാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ അത് സുഖമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തീന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രേ ഉള്ളത് നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ദൈവം ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്കായിട്ടാണ് കർത്താവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യുമെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ എത്രമാത്രം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പാൻ, തീന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കിന്ന് സന്തോഷമില്ലയോ, സമാധാനമില്ലയോ, ശരീരസുഖമില്ലയോ, ഐശ്വര്യമില്ലയോ, ജീവിക്കാൻ നിങ്ങൾക്ക് മാർഗമില്ലയോ, നിങ്ങൾ തനിച്ചൊറ്റപ്പെട്ട ആളാണോ, ആരും നിങ്ങളെ അന്വേഷിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഇല്ലയോ, നിങ്ങൾ അനാഥകളാണോ, സാധുക്കളാണോ, നിങ്ങൾ ഏഴകളാണോ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലായി നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. അത് നിങ്ങൾ ഓർത്തോണം. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നാളും അനാഥകളാകെ ലജ്ജിപ്പിക്കുവാൻ ദൈവം വിടുന്ന ദൈവമല്ല. ഒരു കാലത്തും ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മൾ ദൈവത്തെ വേണ്ട എന്ന് വെറുത്ത് തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മളെ തേടി വന്ന് മറുപടിയും രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ തീരുമാനം ഒരു സാധാരണമായിട്ടുള്ള തീരുമാനമല്ല. താൻ വിളിച്ച്, താൻ വേർതിരിച്ച്, തൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളെ ഒരു കാലത്തും കർത്താവ് അനാഥകളാകുമോ, നിന്ദിത പാത്രങ്ങളാകുമോ ഇന്നുലകത്തിൽ മേയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരുടെയും മുന്നേ പോയി നിൽക്കാൻ ദൈവം സമ്മതിക്കുക. അതുകൊണ്ട് ഇന്ന് മുറിവേറ്റ് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ആനന്ദമില്ല, അനേക നഷ്ടങ്ങളാണ്, അനേക കഷ്ടങ്ങളാണ്, അനേക പ്രയാസങ്ങളാണ്. അനുദിനവും മാറായുടെ കയ്പ് നിങ്ങൾ കുടിച്ചോണ്ടിരിക്കുകയാണ്. സന്തോഷം എന്തോന്ന് ചോദ്യം നിങ്ങൾക്ക് അറിയത്തില്ലാത്തവരായിരിക്കും. അയ്യോ, സന്തോഷം നിങ്ങളുടെ
സാധനം ഉണ്ടോ ഈ ലോകത്തിൽ? അത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അത്രമാത്രം പങ്കപ്പാടുകളാണ്, നിന്ദകളാണ്, അപമാനങ്ങളാണ്, രോഗങ്ങളാണ്, പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്. ഒരു ദിവസമെങ്കിലും എനിക്കൊരു സന്തോഷം ലഭിക്കുമോ? അയ്യോ, ഈ കൺവെൻഷൻ എല്ലാം കൊണ്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മക്കൾ വന്ന് നിൽക്കുമ്പോൾ ദൈവമേ ഓരോരുത്തരുടെ കണ്ണുനീര് കാണണം. 90 പേര് വന്നാൽ 99 പേർക്കും കരച്ചില്ല. ഇതെന്ന് വെച്ചാൽ പാസ്റ്ററെ എനിക്ക് ഉറക്കമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞങ്ങൾ വലിയ കടക്കാരാണ്. അയ്യോ, ഏങ്ങലടിച്ചാ വന്ന് കരയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഞാൻ നിർത്തുന്നത് കാണുന്ന 50 ലക്ഷം കടം, എന്തോ ചെയ്യുന്ന ഒരു മാർഗവുമില്ല, ഒരു വഴിയുമില്ല. ഇങ്ങനെ ലക്ഷക്കണക്കിന് കടക്കാരുകളായി, രോഗികളായി, പലവിധപ്പെട്ട ബാധിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തിൽ കടക്കുന്നത്. ആണെങ്കിലും ദൈവം പറയുന്നു, ദൈവം നമ്മളെ കുറിച്ച് ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. ദൈവം പറയുന്ന കണ്ടോ, ദൈവം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഓ, ദൈവത്തിന് സ്തോത്രം. കരയുവാണോ ചിരിക്കാനോ എനിക്ക് അറിയത്തില്ല. ഇതങ്ങോട്ട് ദൈവം പറയും, ഞാൻ അറിയുന്നെന്നാണ് പറയുന്നത്. ദൈവം അറിഞ്ഞിരിക്കും നിങ്ങൾ കഷ്ടപ്പെടുന്നു, നിങ്ങളുടെ പാടുകളും വേദനകളും, നിങ്ങൾ കരയെല്ലാം ദൈവം നിങ്ങളുടെ ഞരക്കങ്ങളെല്ലാം കേട്ടുകൊണ്ടായിരിക്കും. ദൈവം അറിഞ്ഞിരിക്കുകയാണ്. നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തീന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രേ ഉള്ളവ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നും നിങ്ങൾക്ക് തീന്മയായി വരത്തില്ല, നന്മയായി മാറും. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ മറക്കുകയില്ല. ഒരു കാലത്തും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെയുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തോട്ട് പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അനേക ബലഹീനങ്ങൾ ശരീരത്തിലിരുന്നും അല്പസമയം എടുത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ആലോചന കൊടുക്കുവാൻ അവിടെ നീ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോരുത്തർക്കും ഈ പ്രാർത്ഥന പോയി ചേരണം, തടസ്സങ്ങൾ മാറണം. ആരും ഇതിന് മടി കാണിക്കരുത്, ആരും ഇത് ഉപേക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കുഞ്ഞുങ്ങൾക്കെല്ലാം നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ ഭവനങ്ങളെയും വ്യക്തിപരമായി, ഭവനമായി, കുടുംബമായി അവരെ അനുഗ്രഹിച്ചാട്ട്, ബലപ്പെടുത്തിക്കാട്ട്. ക്ഷീണിതരായി കിടക്കുന്നവർ, രോഗികളായി കിടക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, മരണത്തിന്റെ മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ, പലവിധപ്പെട്ട കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും അപമാനങ്ങളും സഹിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ സ്തോത്രം, കണ്ണുനീര് വിടാൻ കണ്ണുനീരില്ല, കരയുവാൻ ബലമില്ല, ഉപവസിക്കുവാൻ ശക്തിയില്ലാതെ ക്ഷയിച്ചു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ക്ഷീണിതരായി കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇത് കേൾക്കുമ്പോൾ ദൈവമേ ബലപ്പെട്ട് കാലുകുത്തി എഴുതി നിൽക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ഇന്നും ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്നുള്ള ആ ബോധ്യത നിന്റെ മക്കൾക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത്, ഒരുത്തരും താളരെയായി പോകുന്ന ദൈവമേ നീ സമ്മതിക്കരുത്. അപ്പച്ച വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും മറക്കരുതെന്ന് അപ്പച്ചന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി നിന്റെ പാദപീഠത്തിൽ വന്ന് നിന്റെ പാദം പിടിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അന്ന് അന്ന കർത്താവേ മറിയ വന്ന് നിന്റെ പാദത്തിൽ വീണ് നിന്റെ പാദത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുപോലെ അപ്പച്ചാ നിന്റെ കുഞ്ഞുങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, അവിടെ ഐശ്വര്യത്തിന് വേണ്ടി, അവിടെ ഇടിഞ്ഞിടക്കുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, നശിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ നിലപ്പറ്റി എഴുതി നിൽക്കുവാനുള്ള കൃപ നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും തള്ളിക്കളയരുതേ, ഒരുത്തരും താഴെ പോകരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ. ഏത് കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ, അക്രമങ്ങളെല്ലാം ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, വേദപുസ്തകം വായിക്കുന്നില്ലെങ്കിൽ, ദൈവത്തോട് അടുത്തിരിക്കുന്നില്ലെങ്കിൽ അവരെ സ്നേഹിക്കണമേ. കർത്താവേ, വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അടുത്തിരിക്കുവാനും ദൈവ കൃപയുള്ള മക്കളായി, നല്ല താല്പര്യമുള്ള മക്കളായി കാണുവാൻ കർത്താവ് സഹായിക്കണം. ഒരുത്തരും തകരുവാൻ, നശിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവമേ നീ കൈവിടരുതപ്പച്ച, നീ ഉപേക്ഷിക്കരുതപ്പച്ച. നിന്റെ മഹത്വമുള്ള കരം, നിന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം, നിന്റെ വലിയ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യട്ടെ. ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. നന്മ കൊണ്ടും കർത്താവേ കൃപയാലും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരാൽ കാവൽ കാത്തുകൊള്ളണമേ. ക്ഷീണിതരായിരിക്കുന്നവർക്കെല്ലാം നീ ബലം കൊടുത്താട്ട്, രോഗികളായി കിടക്കുന്ന സൗഖ്യം കൊടുത്താട്ട്, ആഹാരമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർക്ക് നീ സഹായം ചെയ്താട്ട്, ഭവനമില്ലാത്തവർക്ക് ഭവനം ചമച്ചു കൊടുത്താട്ട്, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്താട്ട്, അടഞ്ഞ വഴിയെല്ലാം തുറന്നു കൊടുത്താട്ട്. ഏതെല്ലാം വിഷയങ്ങൾ അപച്ച നിന്റെ കുഞ്ഞുങ്ങളെ തലകുനിഞ്ഞ് നിർത്തിയിരിക്കുന്നത്, പരാജയപ്പെടുത്തിയിരിക്കുന്നു, അവിടെ എല്ലാം നിന്റെ ജയത്തിന്റെ കരം, നിന്റെ വിടുതലിന്റെ കരം ഒന്ന് വെളിപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ, മറക്കരുതേ അപ്പച്ചാ. എന്റെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, അക്രമങ്ങളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സലിയണമേ അപ്പച്ച, മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചാ, അതിന്റെ തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുന്നു. നീ വൻകാര്യം ചെയ്താട്ട്, മഹത്വം എടുത്താട്ട്. ഒരു ദോഷവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് തട്ടുവാൻ, ഒരു അനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് തട്ടുവാൻ അപ്പച്ചാ നീ സമ്മതിക്കരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുത് അപ്പച്ചാ.
ദൈവം അത്ഭുതം പ്രവർത്തിച്ചാട്ട് ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്താണ് മുറിവേറ്റ് കിടക്കുന്നത് അതൊന്ന് പൊറിപ്പിക്കണമേ. ഏതെല്ലാം വിഷയത്തിലാണ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയ്യോ എൻ്റെ കൈവിട്ട് പോയി, എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി ഞാൻ എന്തോ ചെയ്യുന്നത്, എങ്ങനെ ഞാനത് സഹിക്കും, എങ്ങനെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് മുറിവേറ്റ് കിടക്കുന്ന കരയുന്ന ഏങ്ങലടിക്കുന്ന ഓരോരുത്തർക്കും ആശ്വാസത്തിന്റെ കരവൊന്ന് നീട്ടിക്കാട്ട്, ആനന്ദത്തിന്റെ കരവൊന്ന് നീട്ടിക്കാട്ട്, മുറിവുകളെ പൊറിപ്പിക്കുന്ന ഔഷധമായി ഇറങ്ങി ചെന്നാട്ട് അവരെ താലോലിക്കണമേ, അവിടെ കണ്ണുനീരെല്ലാം തുടയ്ക്കണമേ. ഇനിയും കരയുവാൻ, ഇനിയും ക്ഷീണിക്കുവാൻ സമ്മതിക്കരുത്, ഇനിയും പരീക്ഷകൾ സഹിക്കുവാനുള്ള കാര്യങ്ങൾ വരാൻ ദൈവം സമ്മതിക്കരുത്. ദൈവമേ നിന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെമ്പാടുമായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് നീ അനുഗ്രഹിച്ചാട്ട്, ഭവനങ്ങളെ അനുഗ്രഹിച്ചാട്ട്, കർത്താവ് ജോലി അനുഗ്രഹിച്ചാട്ട്, ശുശ്രൂഷകൾ അനുഗ്രഹിച്ചാട്ട്, വിദ്യാഭ്യാസത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള ബുദ്ധി ജ്ഞാനം കൊടുത്താട്ട്, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടത്തി കൊടുത്താട്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കൊടുത്താട്ട്, ജോലി കൊടുത്താട്ട്, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താട്ട്, എന്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറവുണ്ടോ അത് നിറവാക്കി കൊടുക്കുമ്പോൾ അപ്പച്ചാ നിന്റെ പാദത്തിനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരെ നീ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും നീ കർത്താവേ നീ മറക്കരുതേ 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 മറക്കരുത് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ നീ കൂടെ ഇരിക്കണമേ, കൂടെ ഇരിക്കണമേ. ഒരു അമ്മയെ പോലെ, ഒരു അപ്പനെ പോലെ, കർത്താവ് നല്ലൊരു ഇടയനെ പോലെ, നല്ലൊരു പരമ വൈദ്യനെ പോലെ അപ്പച്ചാ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചന പറഞ്ഞു കൊടുത്താട്ട്, ബുദ്ധി പറഞ്ഞു കൊടുത്താട്ട്, കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നടക്കാനുള്ള വഴി നീ കാണിച്ചു കൊടുക്കണമേ. തടസ്സങ്ങളും അന്ധകാര ശക്തികളെല്ലാം മാറ്റണമേ. എല്ലാ ശത്രുവിന്റെ പോരുകളും പോരാട്ടങ്ങളും തകരട്ട്, എല്ലാ ഉപദ്രവങ്ങളും മറിയട്ടെ. അപ്പച്ചാ ഈ വായിക്കപ്പെട്ട വാക്യത്തിനകത്ത് കാണുന്ന ആ വാക്യങ്ങൾ അങ്ങനെ തന്നെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കണം, അങ്ങനെ തന്നെ അത് അനുഗ്രഹമായി മാറണം, അവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കണം. ഒരുത്തർക്കും ഒരു നാശമോ കഷ്ടമോ വരരുതേ. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം ചിരിക്കട്ടെ പച്ച, മുറിവേറ്റവരുടെ മുറിവുകളെല്ലാം പൊറുക്കട്ടെ പച്ച, പട്ടിണി കിടക്കുന്നവർക്കെല്ലാം കർത്താവ് ഏതെല്ലാം വിഷയത്തിന്റെ മുഖത്തിന്റെ കുഞ്ഞുങ്ങൾ തകർന്നു കിടക്കുന്നു, എഴുന്നേൽക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, സ്തുതിക്കാൻ വയ്യ, ദൈവത്തെ ആരാധിക്കാൻ വയ്യാത്ത രീതിയിൽ ഇന്ന് മാത്രം പേര് കിടക്കുന്നു. കർത്താവെ അനേക കാലങ്ങളായി പ്രാർത്ഥിച്ചു, വർഷങ്ങളായി പ്രാർത്ഥിച്ചു, മറുപടി ലഭിക്കാതെ, കർത്താവെ മറുപടി ലഭിക്കാതെ ഒരു ദൈവം ഒരുത്തൻ ഉണ്ടോ, എൻ്റെ പ്രാർത്ഥനകൾക്ക് നീ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. കർത്താവെ അവരെ ആരും നീ കൈവിടരുതേ, ദൈവത്തെ വിട്ട് പോകാൻ നീ സമ്മതിക്കരുതേ, യേശുവച്ചാ നീ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അവരോട് ക്ഷമിക്കണം, കുറ്റങ്ങൾ ക്ഷമിക്കണം, അക്രമങ്ങൾ ക്ഷമിക്കണം. കർത്താവെ അറിയാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അറിയാതെ ചെയ്ത കാര്യങ്ങളെല്ലാം എൻ്റെ അപ്പച്ച ക്ഷമിക്കണമേ, മനസ്സലിയണമേ. കർത്താവെ മനസ്സൊരുക്കുന്ന ദൈവം നീ ആയിരിക്കാലെ സ്തോത്രം. അപ്പച്ച കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്നൊരു ദൈവം നീ ആയിരിക്കാലെ സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീരിന് മറുകടന്നു പോകാത്ത ദൈവം നീ ആയിരിക്കാലെ സ്തോത്രം. നിന്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് എല്ലാവരും ഞാൻ ഏൽപ്പിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വിഷയങ്ങൾ എല്ലാത്തിനും സ്വർഗത്തിന്റെ കലവറ തുറന്നിരിക്കട്ടെ. ആശ്വാസത്തിന്റെ ദായകൻ കൂടെ ഇരിക്കട്ടെ. യേശുവച്ച കൈപിടിക്കണം, അവരെ നടത്തണം. എല്ലാ വിഷയത്തിന്റെ മുഖത്തും അപ്പച്ചന്റെ കരം ഇരുന്ന് കർത്താവേ സ്തോത്രം അവരെ കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആശ്വാസം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, ആരോഗ്യം അടയട്ടെ, സൗഖ്യം അടയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, എഴുന്നേറ്റ് കാലുകുത്തി നിൽക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എൻ്റെ ദൈവം എനിക്ക് വലിയത് പ്രവർത്തിച്ചു എന്ന് വിളിച്ചു പറയട്ടെ, സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. അപ്പച്ചൻ അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്നവരുണ്ട്, സാക്ഷ്യങ്ങൾ പറയുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് ഒരുത്തർക്കൊരു ദോഷവും തട്ടുവാൻ ദൈവം സമ്മതിക്കരുതേ. തുടർന്ന് ഈ പ്രാർത്ഥന തടസ്സമില്ലാതെ കൊണ്ടുപോകാനും അടിയുടെ ശക്തിയും ബലനും ജീവനും തരണമേ. കാര്യം കാണുന്ന എല്ലാ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ കർത്താവ് മാറ്റണമേ. കർത്താവെ തുടർന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബലനും ദൈവം തന്നാട്ട് തൃപ്പാദത്തിലേക്ക് ഏൽപ്പിക്കുന്നത്തോളം നടത്തിയല്ലോ, ഇനി നടത്തണം. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദയచేതന്നെ ക്ഷമിക്കണം. നാക്ക് എന്താ പറയുന്നത്, പുണ്ണ്, അതായത് ഒത്തിരി തുടർന്ന് പ്രസംഗിച്ച് നാക്ക് ഇച്ചിരി ക്ഷീണമാണ്, വേദനയാണ്. അതുകൊണ്ട് അധിക സമയം എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും 2 വാക്കങ്ങൾ നിങ്ങൾക്ക് തരണം എന്നുള്ള ഭാരത്തോടാണ് ഈ പ്രാർത്ഥിച്ചിരിക്കുന്നത്. തെറ്റ് ക്ഷമിക്കണം. ചിലപ്പോൾ വാർത്തകളും കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. വാക്ക് ശരിയാ സ്ഫുടമായിട്ട് വരുന്നില്ല. തടസ്സമില്ലാതെ നാളെ തുടർന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള ശക്തി ദൈവം തരുമ്പോൾ നാളെ തുടർന്നുള്ള മീറ്റിങ്ങിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണം. ശുശ്രൂഷയുടെ ഭാഗത്തെല്ലാം കർത്താവിൻ്റെ ശക്തി ഇരിക്കണം, ബലമിരിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ്.